നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രൂശിന്റെ വചനം എന്ന വിഷയത്തെ കുറിച്ചാണല്ലോ. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രൂശിന്റെ വചനം നമ്മൾ ചിന്തിച്ചു. പല ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ദൈവ ജനത്തിന് ഇതുവരെയും ദൈവത്തെക്കുറിച്ചുള്ള അറിവോ ദൈവത്തിനെ കുറിച്ചുള്ള ജ്ഞാനമോ പ്രാപ്തിയോ ഇതുവരെയും ഇല്ല എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചു. കാരണം അതിനെ ആസ്പദമാക്കി നമുക്ക് ഗലാത്യർ ലേഖനത്തിൽ നിന്നും ഒരു വാക്യം വായിക്കാം. ഗലാത്യർ ലേഖനം അതിന്റെ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണു മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഈ അധ്യായങ്ങൾ നമ്മൾ കൂടുതലായി പരിശോധിക്കുമ്പോൾ അതിന്റെ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ പൗലോസ് അപ്പോസ്തലനെ പോലെയുള്ള മനസ്സുണ്ടോ? എന്നിൽ ക്രിസ്തു, അല്ലെ, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. അപ്പൊ ക്രിസ്തു എന്നിൽ ജീവിക്കുകയാണ്. അതാണ് ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത്. അപ്പൊ ആ വചനമുള്ളവർക്ക് അത് ശക്തിയായിട്ട് മാറുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്തേക്കാണ്? വരച്ചു കാട്ടിയിരിക്കുകയാണെന്ന് 1-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മാത്രമേ രക്ഷയുള്ളൂ, വേറെ ഒരുത്തനിലും രക്ഷയില്ല എന്ന് ഈ വാക്യങ്ങൾ വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നു, അതിന്റെ 5-11 നമ്മൾ വായിക്കുമ്പോൾ ആ ലേഖനത്തിന്റെ 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു: ഞാനോ സഹോദരന്മാരെ ഇപ്പോഴും പരിച്ഛേദന പ്രസംഗിക്കുന്നു എന്ന് വരിക, ഇനിയും ഉപദ്രവം സഹിക്കുന്നു. എന്തിന്? അങ്ങനെ പ്രസംഗിച്ചുവെങ്കിൽ ക്രൂശ് നിമിത്തമുള്ള ഇടർച്ച ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ ക്രൂശ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? അപ്പോ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോകുന്നു എന്നവിടെ കാണുന്നു. ആ അധ്യായത്തിന്റെ തന്നെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 5-ന്റെ-24 നമ്മൾ കാണുകയാണ്: ക്രിസ്തയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. അപ്പോ രാഗമോഹങ്ങളോടുകൂടി എന്ത് ചെയ്തേക്കാണ്? ക്രൂശിച്ചിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 6-ന്റെ-12 ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കുന്നവർ, ക്രൂശിൽ പ്രശംസിക്കുന്നവർ, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് 6:14 രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയായി നമ്മളിൽ വെളിപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ വചനങ്ങളെയും കൽപ്പനകളെയും നമ്മൾ അനുസരിക്കേണ്ടത് വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ്. അപ്പോ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു ബാബേൽ ഗോപുര നിർമ്മിതിയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. ബാബേൽ ഗോപുരം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 1-ാമത്തെ വാക്യത്തിൽ എഴുതുക: ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ സംസാര രീതിയുമായിരുന്നു. പിന്നെ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു, ഷീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ടു, അവിടെ താമസമാക്കി എന്ന് അവിടെ കാണുന്നു. അപ്പോ അവിടെ കാണുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4-ാമത്തെ വാക്യത്തിൽ എഴുതുക: വരുവീൻ, നാം ഭൂതലത്തിലൊക്കെ ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്ക് ഒരു പേരുണ്ടാവുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പറയുന്ന പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാം ഭാഷ ഒന്ന്, ഇത് അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നത് അവർക്ക് അസാധ്യമാകുകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയിക്കുവാൻ അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് അരുളി ചെയ്തു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പല ആളുകളും അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന കാണുമ്പോൾ വരുവിൻ നാം ഇറങ്ങിച്ചെന്ന്, ദൈവം അവന്റെ ദൂതന്മാരോട് ഒരു കാര്യം ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പോ
ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് കൂടിയിരുന്ന് ആലോചിച്ചു എന്ന് വിശ്വസിക്കുന്ന ഇന്നത്തെ അതായത് കത്തോലിക്ക മുതൽ ബന്ദിക്കോസ് വരെയുള്ള സഭകൾ ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ 3 പേരുണ്ടെന്നാണ്. അവിടെ ഒരു 3 പേരില്ല. ദൈവം ഒരുവനെന്ന് പറയുമ്പോൾ മൂവരില്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ അതിൽ കിടക്കുന്നില്ല കൂടുതലായിട്ട്. പല പ്രസംഗങ്ങളിലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്നും ഭൂതലത്തിൽ നിന്നും ചിതറിച്ചു. അവർ പട്ടണം പണിയുന്നു വിട്ടുകളഞ്ഞു. അപ്പം ദൈവമായ കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് എന്താണ്? അവനെ അനുസരിക്കാതിരിക്കുന്നത്, അവനെതിരായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ബാബേൽ ഗോപുരം ദൈവഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് നിർമ്മിച്ച ഒന്നല്ല. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന വിശ്വാസം അല്ലെങ്കിൽ വിശ്വസിക്കുന്ന വിശ്വാസം നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതെന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പല പല ദൈവങ്ങളിലാണോ ആശ്രയിക്കുന്നത്? അപ്പൊ ഏക രക്ഷകനിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്. ക്രിസ്ത്യാനികൾ, എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികളോടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ പലരിലാണോ ആശ്രയിക്കുന്നത്? അല്ലെ, പല പല വിശുദ്ധന്മാരിലാണോ നിങ്ങൾ ആശ്രയിക്കുന്നത്? ആ വിശുദ്ധന്മാരെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ തിട്ടപ്പെടുത്തേണ്ട കാര്യമാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവനേ ഉള്ളൂ, അവൻ യേശു ക്രിസ്തുവായ ദൈവമാണ്. അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അല്ലെ, പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നു. കാരണം പിതാവ് ആത്മാവാണ്, അവനെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതാണ് കർത്താവായ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വേറൊരു ആരാധനയും നമ്മളോട് ആരാധിക്കുന്നില്ല. അതാണ് ക്രൂശിന്റെ വചനത്തിലെ ഏറ്റവും ഉണ്ടാകേണ്ട, ദൈവത്തെ ആരാധിക്കുവാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതാണ്. അല്ലെ, നമ്മള് പലപ്പോഴായിട്ട് പഠിക്കുമ്പോൾ നമ്മള് പഴയ നിയമത്തിലെ പല യാഗങ്ങളിൽ കൂടി ആരാധിച്ചെന്ന് നമ്മൾ കാണുന്നു. അല്ലെ, നമ്മള് യാക്കോബിനെ കുറിച്ച് പഠിക്കുമ്പോ യാക്കോബ് തലവണയായിട്ട് കല്ല് വെച്ചു. ആ കല്ല് തൂണായി നാട്ടി പിന്നീട് അതൊരു ആലയമാക്കുമെന്ന് താൻ വാഗ്ദത്തം ചെയ്തു. ആ കല്ല് പിന്നീട് ഒരു ആരാധന വസ്തുവായിട്ട് അത് മാറ്റപ്പെട്ടതായിട്ടും നമ്മൾ ചരിത്രരേഖകളിൽ നമ്മൾ കാണുന്നു. പിന്നെ തീയിറങ്ങിയുള്ള ആരാധന, അല്ലെ, തീയിറങ്ങി ദഹിപ്പിക്കുന്നു, അങ്ങനെയുള്ള ആരാധനകളൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? കർത്താവിന് ഏത് രീതിയിലാണ് ആരാധിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്? ആത്മാവിലും സത്യത്തിലുമാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പോൾ ആ ആരാധിക്കാതെ ഏകസത്യ ദൈവത്തെ, അല്ലെ, ഏകസത്യ ദൈവമാണെന്ന് പോലും ദൈവവചനം പഠിപ്പിച്ചിട്ട് അതുപോലും പാലിക്കാത്ത വിശ്വാസികളാണ് കത്തോലിക്ക മുതൽ അതുപോലെ തന്നെ പെന്തിക്കോസ് വരെയുള്ള സഭകൾ ഇന്ന് പാലിച്ചു വരുന്നത്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ വിഗ്രഹാരാധന, പണ്ട് വിഗ്രഹാരാധനകൾ, അല്ലെ, ദൈവത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കരുതെന്ന് ദൈവം കഠിനമായിട്ട് അവരെ വഴക്ക് പറഞ്ഞു, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇന്നും അതിനെ നിർമ്മിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇന്ന് കൂടി വരുന്നത്. ദൈവത്തിന്റെ പ്രതിമ ഉണ്ടാക്കുക, കാരണം പാരമ്പര്യമായിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ദൈവം പാരമ്പര്യങ്ങളിലല്ല, അവനെ വിശ്വസിച്ച് അവനെ ഏറ്റെടുക്കുന്ന ദൈവമക്കളോട് കൂടെയിരിക്കുന്ന, അവനോട് കൂടെയിരുന്ന് അരുളുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്ന ദൈവം, അല്ലെ, നമ്മുടെ ഉള്ളുകളിൽ വസിക്കുന്ന ദൈവം. അങ്ങനെ ഒരു ദൈവത്തിന്റെ പ്രതിമ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. കാരണം പണ്ട് കെരൂബുകൾ ഉണ്ടാക്കിയത് കൊണ്ട് ഇപ്പൊ വിഗ്രഹം ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ച ആൾക്കാർ വരെ ഇന്നും ഉണ്ട്. അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പഴയ സഭകളിലേക്ക് കടന്നു പോകുവാൻ വേണ്ടി അവർ കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരു സൂത്രവിദ്യയായിരുന്നു അത്. കാരണം കെരൂബുകൾ ഉണ്ടാക്കിയത് കൊണ്ട് എന്ത് ചെയ്തു? കെരൂബുകൾ ഉണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് പുതിയ നിയമത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കാം, അങ്ങനെ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടില്ല. കാരണം വളരെ വ്യക്തമാണ്, ദൈവവചനത്തിന്റെ അറിവില്ലായ്മ അത് തന്നെയാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന
എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ക്രൂശിന്റെ വചനം അപ്പോ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? അപ്പൊ ഗലാത്യരോട് ചോദിക്കുന്ന ചോദ്യം വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അപ്പൊ ഗലാത്യരുടെ ഇടയിൽ എന്താണ് കർത്താവിനെ ശരിയായ രീതിയിൽ അവരെന്ത് ചെയ്തില്ല? അപ്പോ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു എന്താണ് അവരുടെ ക്ഷുദ്രത, അല്ലേ? അവിടെ എഴുതിയിരിക്കും 22-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഇതൊന്നും മാത്രമല്ല നിങ്ങളോട് ഗ്രഹിക്കാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? അപ്പൊ ആരുടെ വിശ്വാസം? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒരുവനെ എന്ത് ചെയ്യുന്നത്? ദൈവീക ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. അല്ലാതെ ഈ ലോകത്ത് ഒരു പിതാക്കന്മാർ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ സഭയിലെ പുരോഹിതൻ പഠിപ്പിച്ചതോ അല്ലെങ്കിൽ പാസ്റ്റർ പഠിപ്പിച്ചതോ അല്ല, ദൈവമാണ് നിങ്ങളെ നയിക്കുന്നത്. കാരണം അവിടെ വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വാസത്തിന്റെ പ്രസംഗം, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആ ദൈവത്തിൽ തന്നെയാണ് നിങ്ങളെ തന്നെ എന്ന് നിങ്ങൾ ശോധന ചെയ്യണം. അതാണ് നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് 3-ാമത്തെ വാക്യത്തിൽ എഴുതി കാണും, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരു ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ഇപ്പോൾ ജഡം കൊണ്ട് പൂർത്തിയാക്കുന്നത്, നിങ്ങൾ ഇത്രയെല്ലാം കഷ്ടം സഹിച്ചത് വെറുതെ എന്നോ ഇതെല്ലാം നിഷ്പ്രയത്നമെന്നോ? അതുപോലെ തന്നെ ഇതെല്ലാം പറയുന്നുവെങ്കിലും എന്താണ്? കർത്താവിന്റെ വചനത്തെ പൂർണ്ണമായി അനുസരിക്കുന്നതിൽ അവർക്ക് എന്ത് ചെയ്തില്ല? താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു, പ്രിയ സഹോദരങ്ങളെ. അപ്പോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ക്ഷുദ്രം ചെയ്ത് മയക്കുക, അതായത് കർത്താവ് പൂർത്തീകരിച്ച ആ രക്ഷണ്യ വേലയോട് എന്ത് ചെയ്തില്ല? ആരും ഒന്നും ഇനി കൂട്ടാൻ പാടില്ല. നമ്മൾ ആ രക്ഷണ്യ പ്രവൃത്തിയിലേക്ക് ആരാധന എന്താണ്? ബലിയാണെന്നും ആരാധന കർമ്മമാണെന്നും പറഞ്ഞാൽ അത് തെറ്റാണ്. ആരാധന ഒന്നേ ഉള്ളൂ, അത് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്, അല്ലെ? ന്യായപ്രമാണത്തിന്റെ ഏതാനും പ്രവർത്തികൾ കൂട്ടിച്ചേർക്കുവാൻ. കാരണം യാഗങ്ങളൊക്കെ അവസാനിച്ചതാണ്, ഇനിയും യാഗങ്ങളിലേക്ക്, അല്ലെ? കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു, ശബത്ത് ആചരിക്കണമെന്ന്. ശബത്ത് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് എബ്രായർ ലേഖനം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ തന്നെ ആ എബ്രായ ലേഖനത്തിൽ അതിനെ അനുസരിക്കാതെ വീണ്ടും ശബത്ത് ആചരിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ പുറത്തേക്ക്, അതായത് ദൈവവചനത്തിന്റെ പുറത്തേക്ക് ഒന്നുകൂടി കൂട്ടിവെക്കുകയാണ്. വിഗ്രഹത്തെ ആരാധിക്കുന്നു അല്ലെങ്കിൽ വിശുദ്ധന്മാരെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഏകമധ്യസ്ഥൻ യേശു കർത്താവായിരിക്കുമ്പോൾ നിങ്ങൾ അനേകം വിശുദ്ധന്മാരെ ആരാധിക്കുമ്പോൾ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപമായിട്ടാണ് എനിക്കതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം മരിച്ചവരും മൺമറഞ്ഞവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ, കാരണം നിങ്ങൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യേണ്ട കാലഘട്ടം എത്രയോ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം 18-ാം അധ്യായം 10ഉം 11ഉം ഒക്കെ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഒരു പൈശാചികമായിട്ടുള്ള ക്ഷുദ്ര പ്രവർത്തികളോ മന്ത്രങ്ങളോ ഒരു ദൈവവൈതലിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വശപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ആ ഭാഗം വായിക്കുന്നതാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം, ആവർത്തന പുസ്തകം 18-ാം അധ്യായം അതിന്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യുന്നവൻ അവന് പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ശുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാട്, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ എന്നിങ്ങനെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. ഈ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്നും നീക്കി കളയുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ പൈശാചികമായിട്ടുള്ള, അപ്പം വെളിപ്പാട് പുസ്തകം 22:15 നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 22:15 15-ാമത്തെ വാക്യത്തിൽ, നായ്ക്കളും ശുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകരും ബിംബാരാധികരും വ്യാജത്തെ ഇഷ്ടപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും പുറത്തു തന്നെ എന്ന് അവിടെ കാണുന്നു. അപ്പൊ എന്താണ് അവിടുത്തെ ശുദ്രമല്ലേ? അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ബിംബാരാധികൾ. വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോ അത് കേൾക്കാതെ പിന്നെയും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഇവരെല്ലാം പുറത്തു തന്നെ എന്നുള്ള വചനം കേട്ടിട്ടും അതിനെ അനുസരിക്കാതെ അതിന്റെ പുറത്ത് കുറച്ചുകൂടി കൂട്ടി വെക്കുകയാണ്, അല്ലേ? അതിനോട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യങ്ങൾ. അതാണ് ദൈവത്തെ അറിയാത്ത അവസ്ഥകൾ, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ, അല്ലെ? അവിടെ കാണുന്നു ബുദ്ധികെട്ട ഗലാത്യർ, അതായത് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറയുകയാണ്, അല്ലെ? റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോ, റോമർ 1:14, റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. 14-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: പരിഷ്കൃതർക്കും അപരിഷ്കൃതർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. തിത്തോസ് 3:3 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. തിത്തോസ് 3:3: മുമ്പേ നാമും പോഷന്മാരും അനുസരണയില്ലാത്തവരും വഞ്ചിക്കപ്പെട്ടവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും വിദ്വേഷത്തിലും അസൂയയിലും കാലം കഴിക്കുന്നവരും നിന്ദിതരും അന്യോന്യം വെറുക്കുന്നവരും ആയിരുന്നുവല്ലോ എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു ബുദ്ധിഹീനതയാണ്, അല്ലെ? ദൈവത്തെ അറിയാതിരിക്കുന്നു. ഏകദൈവം ത്രിയേക ദൈവമാണെന്നും തൃത്വ ദൈവമാണെന്ന് പറയുന്നതും ഒരു ബുദ്ധിയില്ലായ്മ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്ത് മറന്നു പോകരുത്. കാരണം നമുക്ക് ഏക സത്യ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ അറിയാതിരിക്കുന്നതും എന്താണ്? ബുദ്ധിയില്ലായ്മയാണ്, അല്ലെങ്കിൽ എന്താണ്? ബുദ്ധിയില്ലായ്മയാണ്. അതിനെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? അവനെ ആരാധിക്കുന്ന രീതി. അവനെ ആത്മാവിലും സത്യത്തിലുമാണോ നിങ്ങൾ ആരാധിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയ തെറ്റാണ്, ഒരു പാതകം തന്നെയാണ്. ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ, അതായത് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? കർത്താവിന്റെ ന്യായ ദിവസത്തിൽ, അല്ലെങ്കിൽ ആ കർത്താവിന്റെ ശിക്ഷ നൽകുന്ന ആ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടുന്ന ആ ദിവസം ഇതിനൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരും. ആരാധന നിങ്ങൾ ശരിയായ രീതിയിലാണോ ആരാധിക്കുന്നത്? കർത്താവ് പറഞ്ഞ രീതിയിലാണോ ആരാധിക്കുന്നത്? 3, നിങ്ങൾ വിഗ്രഹങ്ങളെ സേവിക്കുന്നവരാണോ? അതും നിങ്ങളുടെ അറിവില്ലായ്മയുടെ കൂട്ടത്തിൽ പെടുത്തുന്ന കാര്യം തന്നെയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ എന്താണ്? ഇങ്ങനെ 3 കാര്യങ്ങളാണ് പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു. കാരണം ഏകദൈവത്തെ ത്രിയേക ദൈവമാക്കി മാറ്റുന്നതും, എന്താണ് ഞാൻ പറഞ്ഞത്? ആരാധന ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയാണോ? 3, വിഗ്രഹങ്ങളെ സേവിക്കുന്നവരാണോ? 5, 4-ാമത്തെ കാര്യം പറയുന്നത് നിങ്ങൾ വിശുദ്ധന്മാരെ ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണോ?
തെറ്റാണ്. കാരണം ഏക മധ്യസ്ഥൻ അത് യേശു ക്രിസ്തുവാണ്, ഏകരക്ഷകൻ യേശു ക്രിസ്തുവാണ്, ഏക ദൈവം യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, കാരണം നിങ്ങൾ ദൈവവചനത്തോടും ദൈവവചനത്തോടും അവനോടും അനുസരണക്കേട് കാണിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം 100% ഉറപ്പാണ് എന്ന് ഞാനിവിടെ ഉറപ്പിച്ചു പറഞ്ഞുകൊള്ളട്ടെ. അപ്പോ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ ആ കർത്താവിന്റെ വചനങ്ങളെ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഓരോരുത്തരും അനുസരിക്കുന്നവരാണോ? അതാണ് ക്രൂശിന്റെ വചനത്തില് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട കാര്യം. ക്രൂശിന്റെ വചനത്തിൽ ആ കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വായിച്ചത്, നമ്മുടെ കുറിവാക്യത്തിൽ എന്താണ് വായിച്ചത്? 1 കൊരിന്ത്യർ 1:18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്ന് നമ്മൾ വായിച്ചത് അല്ലെ. 23-ാമത്തെ വാക്യത്തിലും നമ്മൾ വായിച്ചു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു അല്ലെ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്, വേറെ ആരെയുമല്ല. ഞങ്ങൾക്ക് വേറെ ആരോടും കടപ്പാടില്ല, കർത്താവായ യേശു ക്രിസ്തുവിനോട് മാത്രമേ അല്ലെ. അതിന്റെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്നോ ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്നോ ഞാൻ നിർണയിച്ചു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്? തത്വജ്ഞാനികൾ അല്ലെ, ഈ ലോകത്തിന്റെ ജ്ഞാനം സിദ്ധിച്ചവർ ക്രിസ്തുവിനെ അറിയാതെ, ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ, ക്രിസ്തു ആരാണെന്നും അവൻ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണെന്നും ഒന്നും അറിയാതെ എന്ത് ചെയ്യുന്നു? ഇന്നത്തെ ലോകം നമ്മളെ നരകത്തിന്റെ ആ ഒരു വഴിയിലേക്ക് തള്ളിയിടുന്ന വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് സത്യവചനത്തിൽ സത്യവേലക്കാരായി സത്യജീവിതം അന്വേഷിക്കുവാൻ എല്ലാ ദൈവമക്കൾക്കും ഈ വചനം മുഖാന്തരം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം കർത്താവേ. അവരുടെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും കർത്താവ് അവരെ സഹായിക്കായിട്ട്, രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരെയും സഹായിക്കണം. അഡ്മിന്മാരെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടിയ സ്വതന്ത്രം മാനവും മഹത്വവും അപ്പച്ചനടിക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.